ഞാനിന്നിപ്പോൾ ഇവിടെ വന്ന് നിൽക്കാൻ കാരണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പരിശുദ്ധ അമ്മ കുറേ അനുഗ്രഹങ്ങൾ വാരിക്കോരി തന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും ആദ്യമായിട്ടുള്ളത്, ഞാൻ ഫിസിയോതെറാപ്പി ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഫസ്റ്റ് ഇയർ 2 സബ്ജക്റ്റ് ഞാൻ ഫെയിലായിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഒക്കെ ഓൾറെഡി ക്ലിയർ ആയിരുന്നു. ഈ 2 സബ്ജക്റ്റ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയുടെ ചരിത്രത്തിൽ ഞാൻ മാത്രമാണ് ഇങ്ങനെ എഴുതിക്കൊണ്ടിരുന്നതെന്ന്. 6-7 തവണ ഞാൻ എഴുതി. എന്ത് ചെയ്ത് കഴിഞ്ഞാൽ ആ 2 സബ്ജക്റ്റ് മാത്രം ഞാൻ പാസ്സാകുന്നില്ലായിരുന്നു. സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഒക്കെ ഓൾറെഡി ഒറ്റ അറ്റംപ്റ്റിൽ തന്നെ പാസ്സായി പോയി. ഫോർത്ത് ഇയറിലേക്ക് കയറണം എന്നുണ്ടെങ്കിൽ ഈ 2 സബ്ജക്റ്റോടെ ക്ലിയർ ചെയ്യണമായിരുന്നു. ഞാൻ കുറേ രീതിയിൽ നല്ല രീതിയിൽ പഠിച്ചു നോക്കി, കുറേ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു നോക്കി. എന്ത് ചെയ്തിട്ട് ഈ 2 സബ്ജക്റ്റ് മാത്രം പാസ്സാകുന്നില്ലായിരുന്നു. ആ സമയത്തായിരുന്നു എൻ്റെ കൂട്ടുകാരൻ ബേസിൽ ബേബി എന്ന് പറയുന്ന എൻ്റെ കൂട്ടുകാരൻ കൃപാസനത്തിൽ വരികയും ഉടമ്പടി എടുക്കുകയും അവൻ എല്ലാ വിഷയവും ക്ലിയർ ചെയ്യുകയും ചെയ്ത്. സത്യം പറഞ്ഞാൽ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ പോലും ഞാൻ വിശ്വസിച്ചിട്ടില്ല. കാരണം എൻ്റെ അമ്മ 2023 മുതൽ ഉടമ്പടി എടുത്തുകൊണ്ടിരിക്കുന്നതായിരുന്നു. ആ സമയത്ത് എനിക്ക് വലിയ വിശ്വാസം കാര്യങ്ങളില്ലായിരുന്നു. അവൻ എന്നെ കുറേ നിർബന്ധിച്ചു. ആ ഒരു നിർബന്ധത്തിൻ്റെ പേരിൽ ചുമ്മാ ഒന്ന് ഇവിടെ വന്നേക്കാമെന്ന് വിചാരിച്ച് ഞാൻ സത്യം പറഞ്ഞാൽ വന്ന് വേണ്ടാക്കിയാണ് ഞാൻ ഉടമ്പടി ക്ലാസ് കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്തത്, കാര്യങ്ങളും ചെയ്തത്. ഇവിടെ വന്ന് ഫസ്റ്റ് ജോസഫ് അച്ഛനെ കാണാൻ നേരത്തെ ഹോൾ ടിക്കറ്റൊക്കെ ആയിട്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ 6-7 തവണ എഴുതിയിട്ടും ജയിച്ചില്ല, ഇപ്പോൾ എനിക്കറിയത്തില്ല എങ്ങനെയാണെന്നുള്ളത്. അച്ഛൻ എൻ്റെ കൈക്കോട്ട് ഒരൊറ്റ അടി തന്നിട്ട് പോട, ആ ഒരു രീതിയിൽ എന്നെ പറഞ്ഞങ്ങ് വിട്ടു. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിഷമമായിപ്പോയി. കാരണം ഒരച്ഛൻ ഇങ്ങനെയൊക്കെ തട്ടിയിട്ട് ഇങ്ങനെ പൊക്കോ ആ ഒരു രീതി പറഞ്ഞപ്പോൾ ഞാൻ അമ്മയുടെ അടുത്തൊക്കെ ദേഷ്യപ്പെട്ടു. അങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നത്, അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ ചോദിച്ച് ഞാൻ കോളേജിലേക്ക് പോയി. ഞാൻ എഴുതിയതിൽ വെച്ച്, ഞാൻ ഈ 6-7 തവണ എഴുതിയതിൽ വെച്ച് ഞാൻ കണ്ടതിൽ ഏറ്റവും ടഫ് പേപ്പറായിരുന്നു. കാരണം 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യനൊക്കെ ഒരെണ്ണം പോലെ ഞാൻ 10 ഇയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്യുക. ഏകദേശം 125 ക്വസ്റ്റ്യൻസ് 2 മാർക്കിൻ്റെ തന്നെ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ വർഷവും അതിലൊരു 6-7 എണ്ണം വരുന്ന പേപ്പറുകളാണ് ഇങ്ങോട്ടേക്കുള്ളൂ. ഒരെണ്ണം പോലും അതിൽ വന്നിട്ടില്ലായിരുന്നു. ഞാൻ എന്താ എഴുതിയതെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. ഞാൻ 100% ഞാൻ ഉറപ്പിച്ചായിരുന്നു ഞാൻ ഫെയിലാകുമെന്ന്. ഞാൻ അമ്മേനെയൊക്കെ വിളിച്ചും പറഞ്ഞു വലിയ പ്രതീക്ഷയൊന്നും വേണ്ട, മിക്കവാറും പൊട്ടും കാര്യങ്ങളെന്ന്. പക്ഷേ ഞാൻ പ്രാർത്ഥന കറക്റ്റായിട്ട് തന്നെ രാവിലെ 5:30 എണീക്കും, പ്രഭാത പ്രാർത്ഥന ചെല്ലും, വൈകിട്ട് 7:30 സന്ധ്യാപ്രാർത്ഥന ചെല്ലും. പ്രാർത്ഥന മാത്രം ഞാൻ മുടക്കാണ്ട് ചൊല്ലിക്കൊണ്ടിരുന്നു. അതേപോലെ മാതാവിൻ്റെ അടുത്ത് എപ്പോഴേക്കും എനിക്കൊരു, ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് എനിക്കിങ്ങനെ ആരാണ്ട് എൻ്റെ കൂടെ ഉള്ള കണക്കും എനിക്ക് തോന്നിയായിരുന്നു. അതേപോലെ തന്നെ ഇവിടെ ഞാൻ 2025 ജൂലൈ 30-ാം തീയതിയാണ് ഞാൻ ഫസ്റ്റ് വന്ന് ഇവിടെ ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്ത സമയത്ത് എനിക്ക് സത്യം പറയാം ഇവിടെ നിന്നൊരു മുല്ലപ്പൂവിൻ്റെ കണക്ക് ഒരു സ്മെല്ല് കാര്യങ്ങൾ എനിക്ക് തോന്നിയായിരുന്നു. പക്ഷേ ഞാൻ അപ്പോഴും ഓർത്ത എൻ്റെ മനസ്സിൽ കുറേ അവിശ്വാസം കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ ഞാൻ അപ്പോഴും ഓർത്ത് ഇവിടെ എന്തെങ്കിലും സ്പ്രേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചേക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ മുല്ലപ്പൂവിൻ്റെ ആയിരിക്കും. ഞാൻ അങ്ങനെ വിചാരിച്ചു. ഞാൻ വലിയ കാര്യമായിട്ട് ജസ്റ്റ് വീട്ടിലൊന്ന് പറഞ്ഞ് പോയി. ഞാൻ അന്ന് തന്നെ ഇവിടെ നിന്ന് ഉടമ്പടി ആദ്യം എടുത്ത് വീട്ടിൽ ചെന്ന് പ്രഭാത പ്രാർത്ഥന ചെല്ലണ സമയത്ത് രാവിലെ തിരി കത്തിച്ചപ്പോൾ എനിക്ക് ഈ സുഗന്ധദ്രവ്യം ആ റൂം ഫുൾ എനിക്ക് നിറഞ്ഞു കിട്ടി. അപ്പോഴേ എന്നോട് വല്യമ്മച്ചിയൊക്കെ പറഞ്ഞു, മാതാവ് നിൻ്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. ആ ഒരു വിശ്വാസത്തിൽ കാര്യങ്ങൾ പോയി. ഫസ്റ്റ് ഇയറിൻ്റെ റിസൾട്ട് കാര്യങ്ങൾ വന്നു. ഞാൻ തോക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന സാധനമാണ്. മാതാവ് എന്നെ പാസ്സാക്കി തന്നു. അപ്പം മുതൽ എനിക്കൊരു വിശ്വാസം കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സിൽ വന്നു. ഞാൻ രണ്ടാമത് ഇവിടെ വന്നു, ഉടമ്പടി കാര്യങ്ങൾ പുതുക്കി. എൻ്റെ 4th ഇയർ എക്സാം കാര്യങ്ങൾക്ക് പോയി. എൻ്റെ കൂടെ പഠിച്ചവന്മാരുണ്ട്, അതായത് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഡിസ്റ്റിങ്ഷൻ കിട്ടിയവന്മാർ, ഫസ്റ്റ് ക്ലാസ് കിട്ടിയവരൊക്കെ ഉണ്ട്. അവർക്ക് 4th ഇയർ ഒരു സബ്ജക്റ്റ് 2 സബ്ജക്റ്റൊക്കെ ചിലവർക്ക് ഫെയിലായിട്ടുണ്ട്, ചിലവർ ഫസ്റ്റ് അറ്റംപ്റ്റ് പാസ്സായി പോയേക്കുന്നവരുണ്ട്. എന്നെ സംബന്ധിച്ച് സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ക്ലിയർ ആണ്. ഫസ്റ്റ് ഇയർ ഇത്രയോ സപ്ലി എഴുതിയിട്ടുണ്ട്, അതായത് ഈ 2 സബ്ജക്റ്റ് മാത്രം ഏകദേശം 8 തവണ എഴുതിയ വ്യക്തിയാണ്. സാർമാർക്കൊക്കെ ആണെങ്കിലും വലിയ വിലയൊന്നുമില്ല. 4th ഇയർ ചെല്ലുന്നു, റിസർച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, എല്ലാം കംപ്ലീറ്റ് ചെയ്തു. സത്യം പറയാം എൻ്റെ ഒരു കഴിവെന്ന് ഞാൻ പറയുന്നില്ല, മാതാവിൻ്റെ ഇതിൽ തന്നെ ഞാൻ വിശ്വസിക്കും. ഞാൻ ആരുടെ അടുത്ത് പറഞ്ഞു കഴിയുമ്പോഴും ഞാൻ ഇത് തന്നെയാണ് പറയുന്നത്, ഞാനല്ല, ഞാൻ സീറോയാണ്. എൻ്റെ മാതാവാണ് എൻ്റെ കൂടെ നിന്ന് കാര്യങ്ങളെല്ലാം ചെയ്തത്. കാരണം എനിക്ക് നല്ല അഹങ്കാരവും ഞാനെന്ന ഭാവം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ഞാൻ ട്രേഡിങ് അതുപോലെ തന്നെ കുറേ അഡ്മിഷൻ്റെ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്ത് കുറച്ച് പൈസയായി, സ്വന്തമായിട്ട് കുറച്ച് ഏൺ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാൻ നല്ല രീതിയിൽ അഹങ്കരിച്ച് ഞാനെന്നൊരു ഭാവം ഉണ്ടായിരുന്നൊരു വ്യക്തി. എന്നിൽ നിന്ന് അതൊക്കെ മാതാവ് എടുത്തു കളഞ്ഞ് മൊത്തത്തിൽ എന്നെ മാറ്റിയെടുത്തത് മാതാവാണ്. ഇന്നലെ ഇപ്പോൾ റിസൾട്ട് കാര്യങ്ങൾ 4th ഇയറിൻ്റെ വന്നു. എനിക്ക് സെക്കൻഡ് ക്ലാസ്സോടുകൂടി തന്നെ മാതാവ് ഒറ്റ എഴുതലിന് എന്നെ പാസ്സാക്കി എടുത്തു. എനിക്കറിയാൻ പാടില്ല ഞാൻ എങ്ങനെയാണ് കയറിയതെന്നുള്ളത് പോലും. പക്ഷേ എൻ്റെ അടുത്ത് അമ്മയും പറഞ്ഞു, അതുപോലെ എൻ്റെ പപ്പയും പറഞ്ഞു, എടാ നീ പേടിക്കണ്ട, നീ ഇത്രയൊക്കെ പ്രാർത്ഥിക്കുന്നതല്ലേ, മാതാവ് നിൻ്റെ കൂടെ ഉണ്ട്. ഞാൻ ആ ഒരു വിശ്വാസത്തിൽ തന്നെ ഇരുന്നു. ഒരു ദിവസം മാതാവ് എനിക്ക് സ്വപ്നത്തിൽ
കാണിച്ചു തന്നു. ഫസ്റ്റ് ഞാൻ എല്ലാ ദിവസവും റിസൾട്ട് വരാൻ നേരത്ത് വീട്ടിലിരിക്കില്ല, എനിക്ക് പേടിയാണ്. വൈകിട്ടൊരു 4:30-5 മണിയാകുമ്പോഴത്തേക്കും ഞാൻ കോതമംഗലം അവിടെ എവിടെയെങ്കിലും പള്ളിയിൽ പോയി ഇരിക്കുകയാണ് റിസൾട്ട് നോക്കിക്കൊണ്ട്. ഇത്രയും ദിവസങ്ങളിൽ റിസൾട്ടൊന്നും വന്നില്ല. ഓൾറെഡി അമ്മയൊക്കെ യൂണിവേഴ്സിറ്റിയിലേക്ക് ഇങ്ങനെ മെസ്സേജ് കാര്യങ്ങൾ അയച്ചു. അവർ പറഞ്ഞ 14-ാം തീയതി അല്ലെങ്കിൽ 15-ാം തീയതിക്ക് ശേഷമാണ് ജൂണിൽ റിസൾട്ട് വരുള്ളൂ എന്ന്. ഞാൻ ഒരിക്കലും വീട്ടിലിരിക്കാത്ത വ്യക്തിയാണ്. ഇന്നലെ ഞാൻ കിടന്നുറങ്ങിപ്പോയി സത്യം പറഞ്ഞാൽ. എനിക്കത് തന്നെയാണ് മാതാവ് എനിക്ക് സ്വപ്നത്തിലും കാണിച്ചു തന്നെ. ഞാൻ എൻ്റെ വല്യപ്പച്ചൻ്റെ അടുത്ത് ഏറ്റവും ആദ്യം പോയി റിസൾട്ട് പാസ്സായി എന്ന് പറഞ്ഞ് കൈയടിച്ച് വല്യപ്പച്ചനെ കെട്ടിപ്പിടിക്കുന്നത്. ഞാൻ ഇന്നലെ ഉറങ്ങിപ്പോയി. ഞാൻ 6:15 ആയിപ്പോൾ എണീക്കും. എനിക്ക് 10-20 കോൾ വന്നുകൊണ്ടിരിക്കുക. ഞാൻ പപ്പയുടെ കോൾ എടുത്തു കഴിഞ്ഞപ്പോൾ പപ്പ പറഞ്ഞു, എടാ എക്സാം പാസ്സായി. ഞാൻ നേരെ അപ്പം ഓടിച്ചെന്ന് നോക്കുമ്പോൾ വല്യമ്മച്ചിയൊന്നും വീട്ടിലില്ല, വല്യപ്പച്ച മാത്രമേ ഉള്ളൂ. എന്താണ് എനിക്ക് സ്വപ്നത്തിൽ മാതാവ് കാണിച്ചു തന്നെ അത് തന്നെ ഇന്നലെ സംഭവിക്കുകയും ചെയ്തു. അതേപോലെ തന്നെ റിസൾട്ട് വരുന്നതിന് ഒരാഴ്ച മുമ്പ് ഞാൻ ഗ്രോട്ടോയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോൾ ഇതേപോലെ തന്നെ മാതാവിൻ്റെ സുഗന്ധാഭിഷേകം കാര്യങ്ങൾ എനിക്ക് നല്ല രീതിയിൽ കിട്ടിയായിരുന്നു. ഞാൻ സത്യത്തിൽ എല്ലാവരോടും പറയുകയാണെങ്കിൽ എനിക്കൊരു വിശ്വാസമൊന്നും ഇല്ലാത്തൊരു വ്യക്തിയായിരുന്നു. ഞാൻ കുറേ കാര്യങ്ങളിൽ ഇങ്ങനെ നിന്നിച്ച് കുറേ സയൻസും അതും ഇതുമൊക്കെ റിലേറ്റ് ചെയ്ത് എൻ്റെ അമ്മേനെയും സിസ്റ്റർ ആൻറ്റിയേനെയും വീട്ടുകാരെയും ഒക്കെ ചോദ്യം ചെയ്ത് അങ്ങനെ നടന്നൊരു വ്യക്തിയായിരുന്നു ഞാൻ. എനിക്കത് പറയുന്നതുകൊണ്ട് നാണമൊന്നുമില്ല. കാരണം നമ്മൾ ഭയങ്കര സക്സസ്സായി ഞാൻ ഭയങ്കര ആളാന്നുള്ളൊരു നിലയിൽ നിൽക്കുമല്ലോ, അതിൽ നിന്ന് നമുക്കൊരു അടി കിട്ടിയിട്ട് നമ്മൾ ആ ഒരു താഴ്ചയിലേക്ക് പോകും. അത് വളരെ നന്നായിട്ട് അനുഭവിച്ചൊരു വ്യക്തിയാണ് ഞാൻ. അതിൽ നിന്ന് കൈ പിടിച്ച് എന്നെ കൊണ്ടുവന്ന് ഇപ്പം ഈ ഒരു നിലയിൽ നിർത്തിയേക്കുന്നത് മാതാവാണ്. മാതാവിന് 1000 നന്ദി കാര്യങ്ങൾ ഞാൻ പറയുന്നു. അതേപോലെ തന്നെ എൻ്റെ അമ്മ ഉടമ്പടി എടുത്തിരുന്ന സമയത്ത് കഴിഞ്ഞ വർഷം ഞാനിങ്ങോട്ട് ഉടമ്പടിയൊക്കെ എടുക്കാൻ പോരുന്നതിന് മുമ്പ് ഞാൻ എക്സാമൊക്കെ ഫെയിലായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് നിൽക്കുന്ന സമയത്ത് വീടിൻ്റെ അവിടെ നിന്ന് ഏകദേശം ഒരു 20 അടി താഴ്ചയിലേക്ക് ഞാനും കാറും കട മറിഞ്ഞു പോയി. ഞാൻ കാറിൻ്റെ അകത്ത് തന്നെയായിരുന്നു. ഞാൻ ആ സമയത്ത് ഉടമ്പടി എടുത്തിട്ടില്ലായിരുന്നു. എൻ്റെ അമ്മ ഭയങ്കര രീതിയിൽ പ്രാർത്ഥിച്ച് അന്ന് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഞാനിങ്ങനെ നിന്നിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ കുറേ ദേഷ്യപ്പെടും. ഞാനതൊക്കെ കേട്ട് ആ പോട്ടേന്ന് പറഞ്ഞ് നിൽക്കും. ആ സമയത്തും എനിക്കൊരു പോറൽ പോലും പറ്റിയില്ല. 20 അടി താഴ്ചയിലേക്ക് ഞാനും കാറും കട വട്ടം മറിഞ്ഞാണ് കിടന്നത്. നേരെ പോയി നിൽക്കുമല്ല, വട്ടം മറിഞ്ഞ് കിടന്നു. എനിക്കൊരു പോറൽ പോലും ഇല്ലാണ്ട് ഞാൻ ഇറങ്ങി വന്നു. കാറ് ടോട്ടൽ ലോസായി. അതിൽ നിന്നും എൻ്റെ അമ്മയുടെ പ്രാർത്ഥനയും കൊണ്ടാട്ടോ. എൻ്റെ മാതാവ് അന്ന് തുടങ്ങി എൻ്റെ വീട്ടിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം അങ്ങനെയൊക്കെ ഒന്ന് വീണ് കഴിയുമ്പോൾ തന്നെ ആൾക്കാർ നടു തളർന്നു പോകും, തലയടിച്ച് പൊട്ടും, പല കാര്യങ്ങൾ സംഭവിക്കുന്നതാണ്. അത്ര താഴ്ചയിലേക്ക് പോയിട്ട് എന്നെ കാത്തിട്ടുണ്ടെങ്കിൽ അതൊരു ശക്തിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അന്ന് തുടങ്ങി എനിക്ക് ചെറിയൊരു വിശ്വാസം കാര്യങ്ങൾ എൻ്റെ മനസ്സിലേക്ക് വന്നായിരുന്നു. അതിനുശേഷം ഇവിടെ വന്ന് ഉടമ്പടി കാര്യങ്ങൾ എടുത്തതോടുകൂടി മാതാവ് എൻ്റെ കൂടെ ഫുൾ ടൈം ഉണ്ടെന്നുള്ളൊരു വിശ്വാസ കാര്യത്തിലാണ് ഞാൻ നിന്ന് പോകുന്നത്. അതിനൊരു വ്യക്തമായ തെളിവും കൂടിയാണ് മാതാവ് ഇന്നലെ തന്നെ. ഞാൻ അമ്മോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എക്സാമിൻ്റെ റിസൾട്ട് വന്ന പിറ്റേ ദിവസം അമ്മയുടെ അടുത്ത് വന്ന് ഞാൻ സാക്ഷ്യം കാര്യങ്ങൾ പറഞ്ഞോളാം, എന്നാൽ അത് എത്ര ബുദ്ധിമുട്ട് എന്ത് കാര്യങ്ങൾ അനുഭവിച്ചാലും വരുമെന്ന് പറഞ്ഞായിരുന്നു. എൻ്റെ അമ്മയും അങ്ങനെ തന്നെയായിരുന്നു നേർന്നത്. ഇന്നലെ വൈകിട്ട് 6:30 റിസൾട്ട് വന്നു, പാസ്സായി. എല്ലാവർക്കും സന്തോഷം കാര്യങ്ങളായി. ഇന്ന് എൻ്റെ അമ്മയുടെ അടുത്ത് വന്ന് സാക്ഷ്യം കാര്യങ്ങൾ പറയാനും എനിക്ക് അനുഗ്രഹം കാര്യങ്ങൾ അമ്മ തന്നു. അതേപോലെ തന്നെ നേർച്ച വസ്തുക്കൾ, അതും ഞാൻ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് എല്ലാവരോടും. എൻ്റെ കൂട്ടുകാരനായിട്ട് എനിക്ക് ഫസ്റ്റ് അതും പറഞ്ഞു തന്നത്. നമ്മൾ എക്സാമിന് പോണതിൻ്റെ സമയത്ത് മാർക്ക് കാര്യങ്ങൾ ടോട്ടൽ കൂട്ടിയിടുന്ന കോളമുണ്ട്. ഞാൻ തൈലം പയ്യെ കയ്യിൽ തേച്ചുകൊണ്ട് പോകും. ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ ഫുള്ള് ചെക്കിങ് കാര്യങ്ങൾ നടത്തി. നമുക്ക് നോർമൽ ചെരുപ്പ് ഇടാൻ പാടുള്ളൂ, അതേപോലെ ഫുൾ സ്ലീവ് ഷർട്ട് ഇടാൻ പാടില്ല, ബെൽറ്റ് ഇടാൻ പാടില്ല, ഇങ്ങനെ കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് എക്സാമിന് ഹാളിൽ കയറുന്ന ടൈമിൽ. അപ്പോൾ കയ്യിൽ ഞാൻ തൈലം തേച്ച് കയറും. അപ്പോൾ ഞാനിങ്ങനെ സെക്യൂരിറ്റിക്കാരുടെ അടുത്ത് പറയും കൈ ഇങ്ങനെ പൊള്ളിയായിരുന്നു അങ്ങനെ എന്തെങ്കിലും ആണെന്നും പറഞ്ഞ് ആ തൈലം കയ്യിൽ തേച്ചിട്ടാണ് ഞാൻ കയറിക്കൊണ്ടിരുന്നത്. അപ്പം തന്നെ ഹോളിൽ കയറും. എക്സാം നമ്മുടെ ആൻസർ ഷീറ്റിൻ്റെ അവിടെ മാർക്ക് കൂട്ടിയിടുന്നതിൻ്റെ അവിടെ 3 തവണ കുരിശ് കാര്യങ്ങൾ ഞാൻ വരയ്ക്കുമായിരുന്നു. അതേപോലെ തന്നെ പരീക്ഷ എഴുതി എല്ലാം കഴിയുമ്പോൾ എല്ലാ പേപ്പറിലും ചെറുതായിട്ട് ഉപ്പ് എടുത്തിട്ട് ഞാൻ ഉപ്പും ഇങ്ങനെ പ്രാർത്ഥിച്ച് ഞാൻ വിതറി മാതാവിൻ്റെ അടുത്ത് പറഞ്ഞിട്ടാണ് ഞാൻ പോന്നുകൊണ്ടിരുന്നത്. അതും എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ടൊക്കെയാണ് ഞാൻ പാസ്സാവാനും ചെയ്തത്. പിന്നെ എന്നെ ഒരു ടീച്ചർ കളിയാക്കിയിട്ടുണ്ടായിരുന്നു. ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് നിന്ന ടൈമിൽ ഇവർ ഭയങ്കര വിശ്വാസമാണ്, ഇപ്പം ഭയങ്കര എളിമയാണ്, ഇവൻ്റെ ഹോൾ ടിക്കറ്റിൽ ഞാൻ എക്സാം കഴിഞ്ഞപ്പോഴും ഞാൻ മാതാവിൻ്റെ അടുത്ത് രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കാൻ നേരത്തെ എൻ്റെ ഹോൾ ടിക്കറ്റ്, എൻ്റെ ഈ പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം ഞാൻ വെച്ചിട്ട് പ്രാർത്ഥിക്കും. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ തൈലം ഞാൻ എല്ലാ പേപ്പറിലും ഞാൻ കുരിശ് വരയ്ക്കുമായിരുന്നു. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഹോൾ ടിക്കറ്റിലും ഞാൻ കുരിശ് വരച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ആ ടൈമിൽ പ്രാക്ടിക്കലിൻ്റെ സമയത്ത് എക്സാമൊക്കെ കഴിഞ്ഞ് കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് പ്രാക്ടിക്കൽ കാര്യങ്ങൾ വന്നത്. ആ ടൈമിൽ ഒരു ടീച്ചർ എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു, നിനക്ക് എന്താ ഇത്ര വിശ്വാസം കാര്യങ്ങൾ? ഞാൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കുന്ന ടൈമിൽ എൻ്റെ കയ്യിൽ നിന്ന് ഓയിൽ ജസ്റ്റ് ഒന്ന് ഫാളായി പോയതാന്ന് പറഞ്ഞു. ടീച്ചർ അപ്പം തന്നെ HOD വിളിച്ച്, ഇവന് ഭയങ്കര വിശ്വാസമാണ്,
എന്നെ ഇവൻ ഭയങ്കര എളിമ അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ ശരിക്കും കരയുകയും ചെയ്തു ആ സമയത്ത്. കാരണം ഓൾറെഡി 1.5 ഇയർ ബാക്കാണ് എൻ്റെ ജൂനിയേഴ്സിൻ്റെ കൂടെ ഞാൻ എക്സാം എഴുതിക്കൊണ്ടിരിക്കണം. ആ ടൈമിലും അവരുടെയൊക്കെ മുമ്പിൽ വെച്ച് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല രീതിയിൽ എനിക്ക് വിഷമമായി. ഞാൻ അമ്മേനെ വിളിച്ച് അന്ന് ഫുള്ള് കരയുകയും ചെയ്തേ. അപ്പം അമ്മ പറഞ്ഞു, എടാ നീ പേടിക്കണ്ട, നീ പാസ്സായിക്കോളും, നീ സാക്ഷ്യം പറയണ സമയത്ത് അതോടെ നീ എല്ലാവരുടെയും മുമ്പിൽ ഏറ്റു പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അതെനിക്കിപ്പോൾ ഇവിടെ പറയാൻ പറ്റി. ഞാനിപ്പോഴും എല്ലാവരോടും പറയുകയാണ്, എൻ്റെ ഒരു കഴിവായിട്ട് ഞാനിത് എടുക്കുന്നില്ല. എൻ്റെ മാതാവ് എൻ്റെ കൂടെ വന്നു, എൻ്റെ കൈ പിടിച്ച് നിർത്തി. എനിക്ക് പരീക്ഷയിൽ പല ക്വസ്റ്റ്യൻസും അറിയാത്ത സമയത്ത് ഞാൻ മാതാവിൻ്റെ ലോക്കറ്റയിൽ ഞാൻ പിടിച്ച് ഞാൻ പ്രാർത്ഥിക്കും. മാതാവ് എനിക്ക് അതേപോലെ തന്നെ, എനിക്കറിയത്തില്ല ഞാൻ എന്താ എഴുതിയെന്ന് പോലും സത്യത്തിൽ. ഞാൻ അമ്മോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ എക്സാം കഴിഞ്ഞ് അമ്മേനെ വിളിക്കുമ്പോൾ പറയാം, അമ്മ ഇന്ന ക്വസ്റ്റ്യൻ, അമ്മ നേഴ്സായിട്ട്, അപ്പോൾ അമ്മയ്ക്ക് അത്യാവശ്യം കാര്യങ്ങൾ അറിയായിരുന്നു. ഞാൻ അമ്മയുടെ അടുത്ത് പറയാം, അമ്മ ഇതെങ്ങനെയാണെന്ന് എനിക്ക് അറിയാൻ പാടില്ല, ഞാൻ എങ്ങനെ എഴുതിയെന്ന് എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല, എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ എനിക്ക് എന്തൊക്കെയോ മാതാവ് ഇങ്ങനെ ഞാൻ അമ്മോട് ഇങ്ങനെ പറഞ്ഞു, എന്തോ ഒരു ശക്തി എൻ്റെ കൂടെ വന്ന് നിന്ന് എഴുതും കണക്കാണ് എനിക്ക് തോന്നിയത്, അല്ലാണ്ട് ഞാനായിട്ട് എഴുതിയതല്ല. എനിക്കറിയാൻ പാടില്ല. എൻ്റെ ഹാൻഡ് റൈറ്റിങ് ഭയങ്കര ചെറുതാണ്. അമ്മ എപ്പോഴും അതും പറഞ്ഞ് വഴക്ക് പറയും, കുഞ്ഞു പിരിപിരാന്ന് പറഞ്ഞ് എഴുതുന്നതെന്നും പറഞ്ഞ്. പക്ഷേ ഈ തവണയൊക്കെ പരീക്ഷ എഴുതിയത് എന്താണെന്ന് പോലും എനിക്കറിയില്ല. എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ ഞാൻ എഴുതി പഠിച്ചതിൻ്റെ അകത്ത് കണ്ടിട്ട് അമ്മ എന്നെ പറഞ്ഞു, ഇത്ര വലുതാക്കിയ കൊച്ചെ എഴുതണ്ടേ, ഇങ്ങനെ എഴുതണ്ടേ എന്നുള്ളത്. പക്ഷേ സത്യം പറയാൻ ഞാനല്ല അത് എഴുതിയത്. ഞാനിപ്പോൾ എഴുതിയ സമയത്ത് എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ചെറുതായി പോയിക്കൊണ്ടിരിക്കും. ആ സമയത്ത് എൻ്റെ കൂടെ എൻ്റെ മാതാവ് കൈ പിടിച്ചിട്ടാണ് അത്ര നന്നായിട്ട് നല്ല വൃത്തിയായിട്ടെല്ലാം എഴുതി കാര്യങ്ങളെല്ലാം പെർഫെക്റ്റാക്കി തന്നത്. എൻ്റെ മാതാവിനോട് 1000 നന്ദി കാര്യങ്ങൾ ഞാൻ പറയുന്നു.